അങ്ങനെ നമ്മുടെ സ്ഥിരം കസ്റ്റമറായ രേവതി ഡോക്ടർ എന്നൊരു ഓർഡറായിരുന്നു ഈ കേക്ക് കേട്ടോ. കേക്കാണെങ്കിൽ 3 months ഉള്ളൊരു കുഞ്ഞു ആവയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു വർക്ക് തന്നെ ആയിരുന്നു അയച്ചു തന്നത്. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ആനക്കുട്ടിയൊക്കെ ഇരുന്ന് കണ്ടപ്പോൾ ഞാനും ചാടി കയറി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കിളി പറന്നു. കേക്കിൽ ഡയറക്റ്റ് വരയ്ക്കണോ അതോ ഫോണ്ടൻ്റിൽ കട്ട് ചെയ്തിടണോ, ആകെപ്പാടെ എനിക്ക് കൺഫ്യൂഷനായി. പിന്നെ റിസ്ക് എടുക്കാനും പറ്റത്തില്ല. എങ്ങാനും കേക്കിലൊക്കെ വരച്ച് കുളമായി പോയാൽ എനിക്ക് വേറെ ക്രീം അടിക്കാനുള്ള ഓപ്ഷനും ഇല്ല. ഇവിടെ കറണ്ട് കാണത്തില്ല. അതെന്താണെന്നറിയത്തില്ല കേട്ടോ. എനിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടെങ്കിലും അതിൻ്റെ തലേ ദിവസം ഇവിടെ കറണ്ട് കാണത്തില്ല. അതുമല്ലെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കുന്നതിന് കുറച്ച് മുമ്പേ ഇവിടെ കറണ്ട് കാണത്തില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, സത്യം കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഈ ഒരു കേക്ക് കാണാൻ ഭയങ്കര സിമ്പിളായിരുന്നെങ്കിലും ഞാൻ വരച്ചു കഴിഞ്ഞാൽ അത് ആന തന്നെ ആവുമെന്നായിരുന്നു എൻ്റെ പേടി. പിന്നെ നമ്മുടെ കസ്റ്റമറായ രേവതി ഡോക്ടറിന് എന്നെ ഭയങ്കര വിശ്വാസം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വർക്ക് തന്നാലും മാഡം പറയും എന്തായാലും കുഴപ്പമില്ല മോനിഷ, അതങ്ങ് ചെയ്താൽ മതി, പെർഫെക്റ്റ് ആയിട്ടേ വരുത്തുള്ളൂ, നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ തന്നിട്ടാണ് എനിക്ക് ഓർഡർ തരാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ തരുന്ന ഓർഡറൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം ഞാൻ എൻ്റെ മാക്സിമം ആ കേക്കിനകത്ത് എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ എടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ എന്തോ ഒരു കുറവ്. അങ്ങനെ ചെവിയുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ ഇരുന്നേത്. പിന്നെ ആ ഭാഗം ഞാൻ ലാസ്റ്റ് വരച്ച് ചേർത്ത്, നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ കേക്ക് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഒത്തിരി ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു കേക്കല്ലേ. എന്നാൽ ശരി.